ശ്രീ ശേഖർ, ഇവിടെ ഹേമ കമ്മിറ്റിയുടെ അധികാര പരിധി എത്രത്തോളമാണ്? ഈ കണ്ടെത്തലുകൾക്കൊക്കെ നിയമപരമായി എത്രത്തോളം പ്രസക്തിയുണ്ട്, നിലനിൽപ്പുണ്ട്? ഇതാണ് ഏവരും ഉന്നയിക്കുന്ന ചോദ്യം. അതായത് മൊഴി നൽകിയവരൊക്കെ തന്നെ ഇനിയിപ്പോൾ പൊതുസമൂഹത്തിന് മുൻപാകെയോ കോടതിക്ക് മുൻപാകെയോ വരാൻ ധൈര്യപ്പെടില്ല, അതുകൊണ്ട് കേസ് നിലനിൽക്കില്ല എന്നുള്ളത് ഒരു വാദം. അതല്ല, ഇത്തരത്തിലുള്ളതെല്ലാം കാപട്യത്തിന്റെ പുറത്ത്, വ്യക്തിവിരോധത്തിന്റെ പുറത്ത് ഒക്കെ സൃഷ്ടിക്കപ്പെട്ട മൊഴികളാണ് എന്നുള്ളത് വേറൊരു വാദം. അതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു അധികാരം അല്ലെങ്കിൽ നിയമ പരിധി എത്രത്തോളം നിലനിൽക്കുന്നു? ഹേമ കമ്മിറ്റി സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഭരണഘടനയുടെ 162 അനുച്ഛേദ പ്രകാരം ഉള്ള അധികാരം ഉപയോഗിച്ചാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ചെയർപേഴ്സണായിട്ടുള്ളത് ഒരു ജസ്റ്റിസാണ്. അവരാണ് ഈ എൻക്വയറി നടത്തിയതും അതിൽ വോളണ്ടറി പരസ്യപ്പെടുത്തിയതനുസരിച്ച് വോളണ്ടറി വന്ന് മൊഴി നൽകിയ സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തിയതും ഇത്തരത്തിലൊരു റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ 3-4 വർഷം മുമ്പ് സമർപ്പിച്ചതും. അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ കമ്മീഷൻ്റെ പ്രൊസീജിയറുകളെയോ മറ്റൊന്നിനെയോ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിൽ വന്ന ആൾക്കാരുടെ മൊഴികൾ എത്രത്തോളം സത്യമാണ് അല്ലെങ്കിൽ കള്ളമാണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം അതിന്മേൽ, ഈ റിപ്പോർട്ടിന്മേൽ അന്വേഷണം നടന്നാൽ മാത്രമേ ഈ പറഞ്ഞ ആൾക്കാർ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നുള്ളത് അറിയണമെങ്കിൽ അവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നാലേ പറ്റുള്ളൂ. പിന്നെ പ്രിജുഡിസ്ഡ് ആയിട്ട് നമുക്ക് ഈ പോലീസ് ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സർക്കാർ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇവർ വന്ന് മൊഴി പറയില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു നടപടി തുടങ്ങി കഴിഞ്ഞാൽ മാത്രമേ ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ സത്യാവസ്ഥയും അതിലെന്തെങ്കിലും കള്ളമുണ്ടെങ്കിൽ അതിൻ്റെ കാര്യവും അതാരാണ് പറഞ്ഞത്, ഈ കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ മേലൊരു ഇൻവെസ്റ്റിഗേഷൻ നടന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇറക്കിയ ഇടക്കാല ഉത്തരവ് ഇന്ററിം ഓർഡറിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ ഒരാളും വോളണ്ടറി ഒരു പരാതി തന്നിട്ടില്ല എന്നുള്ളതൊരു സിമ്പിൾ റീസൺ ആണ്. ഈ റിപ്പോർട്ട് സെക്ഷൽ ഹറാസ്മെന്റും സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനും ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന്മേൽ ക്രിമിനൽ നടപടി ആരംഭിക്കാം. അങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ മാത്രമേ റിപ്പോർട്ടിനകത്തുള്ള ഈ ആരോപണങ്ങളുടെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആ കമ്മിറ്റിയെയോ ആ കമ്മിറ്റിയുടെ നിയമസാധുതയോ ഒന്നും തർക്കിക്കാനോ അതിനെ മാറ്റി നിർത്താനോ നമുക്ക് സാധിക്കില്ല.